Hello everyone. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റീമാൻ ഇന്റഗ്രേഷനെ കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത്? വി ഹാവ് ഗോൺ ത്രൂ ആൻ എക്സാമ്പിൾ. എന്താണ്? f is equal to 0 if x is rational and 1 if x is irrational. ഈ ഫംഗ്ഷൻ എന്തെല്ലാം നമ്മൾ പഠിച്ചു? ഈ ഫംഗ്ഷൻ റീമാൻ ഇന്റഗ്രബിൾ അല്ല എന്ന് പഠിച്ചു. നമ്മൾ വേറെ രീതിയിൽ ഈ ഫംഗ്ഷൻ നോക്കിയല്ല, ഈ ഫംഗ്ഷന്റെ ഡിസ്കണ്ടിന്യൂവിറ്റി ഒരിക്കലും ഫൈനൈറ്റ് അല്ല. ഇതിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂവിറ്റി ഉണ്ട് ഈ ഫംഗ്ഷന്. അപ്പോ നമ്മുടെ റീമാൻ ഇന്റഗ്രബിലിറ്റിയുടെ ഒരു കണ്ടീഷനാണ് ഇപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഈ തിയറത്തിലൂടെ. The theorem is like this. Let f be a bounded function defined on the finite interval closed interval ab. Then f is a Riemann integrable over closed interval ab if and only if it is continuous almost everywhere. എന്താണ്? എഫ് റീമാൻ ഇന്റഗ്രബിൾ ആണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് പ്രൂവ് ചെയ്യണം. കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് എവ്രിവെയർ ആണെങ്കിൽ എഫ് ഈസ് റീമാൻ ഇന്റഗ്രബിൾ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, വി വിൽ വാണ്ട് ടു ദ പ്രൂഫ്. ഇവിടുത്തെ പ്രൂഫിൽ നമ്മൾ ലാസ്റ്റ് തിയറത്തിൽ ഉപയോഗിച്ച എല്ലാ നൊട്ടേഷൻസും സെയിം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ എന്താണ്? എഫ് ബി എ ബൗണ്ടഡ് ഫംഗ്ഷൻ, ഡി എൻ ബി എ സീക്വൻസ് ഓഫ് എന്താണ്? പാർട്ടീഷൻ. അവിടെ ഒരു പാർട്ടീഷൻ ആണ് ഡി എൻ എന്ന് പറയുന്നത്. Okay, and f is first suppose that f is Riemann integrable on closed interval ab, right? Then we know that capital SD എന്താണെന്ന് അറിയാം. It is the upper sum and small sd which is the lower sum. Riemann condition is less than epsilon, right? And we have defined Riemann integrability in terms of ഏതാണ്? Step function ആണ് നമ്മൾ define ചെയ്തത്. un ഉം ln ഉം such that എന്താണ്? ln is less than or equal to f less than or equal to un, where un is defined as un and ln എങ്ങനെയാണ് നമ്മൾ define ചെയ്തിരിക്കുന്നത്? fmi, where supremum of f if x belongs to where theta I minus 1 theta I, and at the boundary points it is the average of the what is supremum function. That is namla theta I minus 1 ആണെങ്കിൽ mi minus 1 plus mi by 2 ആണ്, right? Theta I ആണെങ്കിൽ mi plus 1 plus mi by 2, right? Where therefore ln is less than or equal to f less than or equal to un. Then what we have got? We have defined u, capital U, as what is it? Infimum of uns, and what is it? Capital S, L as supremum of L. Got U is equal to L almost everywhere. ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് തിയറത്തിൽ നമ്മുടെ കൺക്ലൂഷൻസും നൊട്ടേഷൻസും. ഓക്കെ, ലെറ്റ് us move on to the proof. അപ്പോൾ നമുക്ക് എന്താ കാണിക്കേണ്ടത്? എഫ് ഈസ് കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് എവ്രിവെയർ. അപ്പൊ നമ്മുടെ എ ബി എന്നുള്ള ഫംഗ്ഷൻ എടുക്കുമ്പോഴത്തേക്കും പാർട്ടീഷൻ ഇപ്പൊ x0, x1, x2, etc. xn, right? അപ്പം ഈ സെറ്റിൽ എന്താണ്? ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് എവ്രിവെയർ എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്, റൈറ്റ്? അപ്പോ നമ്മൾ ഈ ഹോൾ പാർട്ടി സെറ്റിന് നമ്മൾ 3 സെറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിത് പോകുന്നത്. ഓക്കെ, ഫോർ ദാറ്റ് സപ്പോസ് ദാറ്റ് ഫസ്റ്റ് സെറ്റിന്റെ കാര്യമാണ് u of x is equal to f of x is equal to L of x, where x is not a point of any partition dn. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർട്ടീഷൻസ് എടുക്കുമ്പോൾ ഈ പാർട്ടീഷൻ പോയിന്റ്സിലൊന്നും വരാത്ത പോയിന്റുകളിലെല്ലാം u of x is equal to f of x is equal to L of x. ഓക്കെ, റീമാൻ ഇന്റഗ്രബിൾ ആണല്ലോ, റൈറ്റ്? സോ ഈ പോയിന്റ്സിലെല്ലാം, ഈ വരുന്ന പോയിന്റ്സിലെല്ലാം എന്താണ് ഫംഗ്ഷൻ? എന്താണ്? u of x is equal to f of x is equal to L of x, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഈ എക്സുകളിലെല്ലാം എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ,
If you take u of x is equal, suppose that u of x is equal to f of x is equal to L of x, where എന്താണ് x എവിടെയുള്ള ഈ പാർട്ടീഷനിലെ പോയിന്റ്സ് x is not a partition point, then we can prove that f is continuous at where? At x. അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ കോൺട്രഡിക്ഷനിലോട്ട് പ്രൂവ് ചെയ്യാനായിട്ട് സപ്പോസ് ദാറ്റ് ഇഫ് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ്, എഫ് കണ്ടിന്യൂസ് അല്ല എങ്കിൽ what can we say that there exists a sequence x and xk that converges to x, or we can say that limit of xk is equal to x, such that for each k continuous alla ennaanu parane. So modulus of f of xk minus f of x will be greater than what is it? Epsilon, right? അപ്പോൾ നമ്മൾ എന്താ എടുത്തിരിക്കുന്ന f continuous അല്ല. അങ്ങനെയാണെങ്കിൽ f of xk minus f of x is greater than epsilon. നമ്മൾ the last Riemann integrability പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് mkf minus mk will be is equal to supremum of what is it? F of x minus f of y എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? modulus value is greater than f, therefore this is greater than epsilon, right? Taking supremum we will get and sum we get sigma mkf minus L എന്താണ്? Small mkf into delta fk is greater than epsilon. Delta xk is greater than. ഇതെന്ന് പറയുന്നത് എന്താണ്? That is lower sum and upper sum. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് deduce ചെയ്യാൻ പറ്റും. We will get that u of x minus L of x is greater than or equal to epsilon, which is a contradiction, right? So നമ്മൾ എടുത്ത ഇത് ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. അപ്പൊ എന്ത് നമുക്ക് കിട്ടി? f is continuous at x. അപ്പോൾ നമുക്ക് എന്താ? നമ്മുടെ പാർട്ടീഷനുകളിൽ എന്താ പെടാത്ത പോയിന്റുകളിലെല്ലാം f എന്തെന്ന് കിട്ടി? കണ്ടിന്യൂസ് ആയിട്ട് കിട്ടി. ഇനി പാർട്ടീഷൻ പോയിന്റ് ഏതാണ്? x0, x1, x2, etc. xn, റൈറ്റ്? ആ പാർട്ടീഷൻ പോയിന്റ്സിൽ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് ആർ കൗണ്ടബിൾ. പാർട്ടീഷൻ പോയിന്റ്സ് എല്ലാം കൗണ്ടബിൾ ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എല്ലാ പാർട്ടീഷൻ പോയിന്റ്സും കൗണ്ടബിൾ ആയതുകൊണ്ട് അതിന്റെ മെഷർ എന്തായി? 0 ആയി. സോ ദ മെഷർ ഈസ് 0. ഇനി അടുത്ത എന്താണ്? u of x. അപ്പൊ നമ്മൾ u of x is equal to f of x is equal to L of x ആണ് എടുത്തത്. ഇനി അടുത്തൊരു കേസ് മാത്രമേ വരുന്നുള്ളൂ. ഏതാണ്? u of x is not is equal to L of x എന്നുള്ള വരുന്ന സെറ്റുകളുടെ എക്സുകളുടെ കളക്ഷൻ ആണ് ഇനി അടുത്തത് വരുന്നത്, റൈറ്റ്? ഓക്കെ. അപ്പോ നമ്മുടെ പാർട്ടീഷൻ പോയിന്റ്സിൽ അല്ലാത്ത പോയിന്റ്സിൽ u of x is equal to f of x, u of x is equal to L of x വരുന്ന കളക്ഷനുള്ള പോയിന്റുകളെല്ലാം കൂടെ എടുത്ത് അതെല്ലാം എന്താണെന്ന് കാണിച്ചു? കണ്ടിന്യൂസ് ആണെന്ന് കാണിച്ചു. പിന്നെ എന്താണ്? പാർട്ടീഷൻ പോയിന്റ്സ് എല്ലാം എടുത്തു. ഇനി ഒരു പോയിന്റ് കൂടെ വരും. ഇങ്ങനത്തെ എക്സുകളുടെ കളക്ഷൻ വരും. u of x is not is equal to L of x എന്നുള്ള പോയിന്റുകളുടെ കളക്ഷൻ ആണ് വരുന്നത്. ബട്ട് ഇൻ ദ ലാസ്റ്റ് തിയറം വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് what is it? U is equal to L almost everywhere. അങ്ങനെയാണെങ്കിൽ not is equal to വരുന്ന സെറ്റ് എടുത്താൽ അതിന്റെ മെഷർ എന്തായിരിക്കും? 0 ആയിരിക്കും, റൈറ്റ്? അപ്പൊ നോക്കിക്കേ, മെഷർ 0 അല്ലാത്തടുത്ത്, മെഷർ 0 അല്ലാത്തടുത്ത് f എന്തായി? കണ്ടിന്യൂസ് ആയി. സോ വി ക്യാൻ സേ ദാറ്റ് f ഈസ് കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് എവ്രിവെയർ. ഇനി അടുത്ത നമുക്ക് കോൺവേഴ്സ് പാർട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ f ഈസ് കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് എടുത്തിട്ട് f എന്താണെന്ന് കാണിക്കണം? റീമാൻ ഇന്റഗ്രബിൾ ആണെന്ന് കാണിക്കണം. ഫോർ ദാറ്റ് നമുക്ക് സീക്വൻസ് ഓഫ് എന്ത് വേണം? പാർട്ടീഷൻസ് വേണം. സോ കൺസിഡർ എ സീക്വൻസ് ഓഫ് പാർട്ടീഷൻ dn of the closed interval ab such that for each n dn is a subset of dn plus 1. എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ടീഷന്റെ റിഫൈൻമെന്റ് ആണ് എടുക്കുന്നത്. വി ആർ ടേക്കിംഗ് ദ പാർട്ടീഷൻ സീക്വൻസ് ഓഫ് പാർട്ടീഷൻ dn such that for all n dn is a subset of dn plus 1. അപ്പോൾ നമ്മളൊരു ഇന്റർവെൽ എ ബി പാർട്ടീഷൻ ചെയ്യുമ്പോൾ x0, x1, etc. xn ഈ പാർട്ടീഷന്റെ ഇവിടെ ഒരു സി എന്നുള്ള എലമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് വൺ പാർട്ടീഷൻ ആരുടെ അകത്ത് കിടക്കും? P2ന്റെ അകത്ത് കിടക്കും,
റൈറ്റ്? ദാറ്റ് മീൻസ് P2 is a refinement of P1. നമ്മൾ ഓൾറെഡി പാർട്ടീഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ വി ആർ choosing a sequence dn of partitions such that for each n എന്താണ് dn is a subset of dn plus 1. അപ്പോൾ എന്താണ് n tends to infinity. അപ്പോൾ നമ്മുടെ പാർട്ടീഷൻസ് അപ്പോൾ വരുന്നത് ഇതാണ് d1 is a subset of d2 is a subset of d3 ഇങ്ങനെ പോവാണ്, റൈറ്റ്? അപ്പോൾ നമ്മൾ പോയിന്റിൽ റിഫൈൻമെന്റ് കൂടി വരുമ്പോൾ ലെങ്ത് ഓഫ് ദ ഇന്റർവൽ ഇൻ ദാറ്റ് പാർട്ടീഷൻ എന്ത് ചെയ്യും? ചെറുതായി വരും. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ദ ലാർജസ്റ്റ് interval, length of the largest interval of dn എങ്ങോട്ട് പോകും? 0 പോകും as n tends to infinity. അപ്പോൾ നമ്മൾ എങ്ങനത്തെയാണ് നമ്മൾ പാർട്ടീഷൻ ചൂസ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കുക. വി ആർ ചൂസിങ് എ സീക്വൻസ് ഓഫ് പാർട്ടീഷൻ dn ഓഫ് ക്ലോസ് ഇന്റർവൽ ab such that dn is a subset of dn plus 1. അതുകൊണ്ട് dn plus 1 dn ന്റെ റിഫൈൻമെന്റ് ആണ്. അപ്പോൾ അതിന്റെ ലെങ്ത് എന്തായിരിക്കും? as n tends to infinity, the length of the largest interval എങ്ങോട്ട് പോകും? 0 പോകും, tends to 0. ഓക്കെ, നമ്മൾ ലാസ്റ്റ് തിയറത്തിൽ ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ what is un and ln are step functions. ഓക്കെ, un and ln are step function. നമുക്കറിയാലോ സുപ്രീമം ഓഫ് എഫും ഇൻഫിമം ഓഫ് എഫും വരുന്നതാണ്, റൈറ്റ്? അപ്പോൾ നമ്മൾ if we consider the partition ഇത് xi minus 1 xi. ഓക്കെ, അപ്പോൾ നമ്മൾ dn എന്ന് പറയുന്നത് dn വരുന്നത് ഈ പാർട്ടീഷനും dn plus 1 എന്ന് പറയുന്നത് ഒരു റിഫൈൻമെന്റ്, ഒരു പോയിന്റ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു സബ് ഇന്റർവൽ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. xi minus 1 xiയിലെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് mi ആയിരിക്കും, റൈറ്റ്? നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെയാണ് ഇന്റർവെൽ വരുന്നത്? xi minus 1 സിയും പിന്നെ ഏത് ഇന്റർവെല്ലാ വരുന്നത്? cxiയും, റൈറ്റ്? അപ്പൊ ഇവിടുത്തെ സുപ്രീമം വാല്യൂ എന്ന് പറഞ്ഞാൽ mi ഡാഷും ഇവിടുത്തെ സുപ്രീമം വാല്യൂ എന്ന് പറയുന്നത് mi ഡബിൾ ഡാഷും. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും വലുത്? ഹോൾ ഇന്റർവെലിന്റെ സുപ്രീമം ആയിരിക്കും ആരെക്കാട്ടിയും വലുത്? സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. സോ ഫ്രം ഹിയർ വി ക്യാൻ സേ ദാറ്റ് വാട്ട് ക്യാൻ വി സേ? mi ഡാഷ് is less than or equal to mi, right? ഈ mi dash ഏതിന്റെയാണ്? dn plus 1 mi എന്ന് പറയുന്നത് dn ന്റെ, right? സുപ്രീമങ്ങൾ. So from here we can say that un plus 1 is less than or equal to un, and ഇൻഫിമത്തിന്റെ കേസ് വരുമ്പോഴത്തേക്കും നേരെ തിരിഞ്ഞു വരും. എന്തായിരിക്കും വരുന്നത്? ln plus 1 എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ or equal to എന്തായിരിക്കും? ln. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? un plus 1 is less than or equal to un എന്നും ln plus 1 is greater than or equal to ln for each n. Okay, and let's suppose that capital U, ഇവിടെ capital U limit of un എന്നും capital L ന് limit of, ഇവിടെ നമ്മൾ കണ്ടിന്യൂറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, ലിമിറ്റ് എടുത്തത് limit of ln. Okay, and suppose that f is continuous at f is continuous at എവിടെ കണ്ടിന്യൂസ് എടുത്തത്? at a point x, ഒരു x എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പറയാൻ പറ്റും. എന്താണ്? for given epsilon greater than 0 there exists delta greater than 0 such that എന്താണ്? supremum of f minus infimum of f is less than, what is it? epsilon. Is it right? Where supremum and infimum are taken over the interval x minus delta x plus delta. Modulus of f of x minus f of y less than epsilon such that ആ ഒരു ഡെഫിനേഷൻ വേറെ രീതിയിൽ എഴുതിയാണ്. സുപ്രീമം എഫ് മൈനസ് ആ കണ്ടിന്യൂറ്റി പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കുമല്ലോ, ലെഫ്റ്റ് ലിമിറ്റ് എടുത്താലും റൈറ്റ് ലിമിറ്റ് എടുത്താലും. ദാറ്റ് ഈസ് ഇറ്റ്. ഈ സുപ്രീമം ഓഫ് എഫ് minus infimum of f is less than epsilon, where supremum is taken over the interval x minus delta x plus delta. And we all know that for sufficiently ഒരു small neighborhood of x ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു dn എന്നുള്ളൊരു ഇവിടെ ഒരു പാർട്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ dn അകത്ത് x കിടക്കുവാണെങ്കിൽ
ഓഫ് കോഴ്സ് എന്തായിരിക്കും ആ എക്സ് എന്തായിരിക്കും ഈ ഇന്റർവെലിന്റെ അകത്ത് എക്സ് മൈനസ് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ അകത്ത് കണ്ടായിരിക്കും റൈറ്റ്. അപ്പൊ നമുക്ക് അങ്ങനെ ഉള്ളിടത്താണെങ്കിൽ എന്തായിരിക്കും ബൈ ദ കണ്ടിന്യൂറ്റി വി ക്യാൻ റൈറ്റ് ദാറ്റ് സുപ്രീമം ഓഫ് മൈനസ് ഇൻഫിമം ഓഫ് എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ റൈറ്റ്. അപ്പൊ നമ്മൾ സുപ്രീമോ ഇൻഫിമോ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ദാറ്റ് ഈസ് യു എൻ എക്സ് മൈനസ് എന്താണ് എൽ എൻ എക്സ് എന്തായിരിക്കും ലെസ് ദാൻ വാട്ട് ഈസ് ഇറ്റ് എപ്സിലോൺ റൈറ്റ്. Then we can take the infimum supremum over infimum over here. Infimum എടുത്തു കഴിയുമ്പോഴത്തേക്കും infimum of unx അല്ലെങ്കിൽ ലിമിറ്റ് എടുക്കുമ്പോൾ if we take the limit we can say that since epsilon is arbitrary as n tends to infinity we can write u minus l is less than what is it epsilon right. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം u is equal to L എന്ന് പറയാം. സിൻസ് എപ്സിലോൺ ആർബിട്രറി ആയത് കാരണം യു ഇസ് ഈക്വൽ ടു എൽ എന്ന് പറയാൻ പറ്റും. ബട്ട് നമ്മൾ എഫ് എന്താ എടുത്തിരിക്കുന്നത് കണ്ടിന്യൂസ് ആൾമോസ്റ്റ് എവ്രിവെയർ. ദാറ്റ് മീൻസ് വി ഹാവ് ഗോട്ട് യു ഇസ് ഈക്വൽ ടു എൽ ഓൾമോസ്റ്റ് എവ്രിവെയർ. പക്ഷെ നമുക്കറിയാം ലിമിറ്റ് ഇന്റഗ്രൽ യു എൻ ഡി എക്സ് ഇതെന്താണ് വാട്ട് ഈസ് ലിമിറ്റ് ഇന്റഗ്രൽ യു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ് ലോവർ സം അപ്പർ സം അതിന്റെ ലിമിറ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക് ലോവർ ഇന്റഗ്രൽ കിട്ടും which will be is equal to what is it integral u dx right. നമ്മൾ അങ്ങനെയല്ലേ എടുത്തിരിക്കുന്ന from here from if it is equal to L almost everywhere നമുക്ക് കിട്ടി. So this is L dx which is equal to what is it limit what is it integral L and dx. അപ്പോൾ upper integralum lower integralum എന്തായിട്ട് കിട്ടി സെയിം ആയിട്ട് കിട്ടി. So we can say that what is it f is Riemann integrable. And now let us consider a definition. For each A and B, f is bounded and Riemann integrable on closed interval AB. Limit A tends to minus infinity, B tends to infinity, integral A to B f dx exists. Then f is said to be Riemann integrable on open interval minus infinity and the integral is Riemann integral from integral minus infinity to infinity fx dx. വേറെ ഡെഫിനിഷൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഇന്റഗ്രൽ ദിസ് ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ എന്ത് പറയും അത് Riemann integrable on ഏതാണ് the infinite integral minus infinity എന്ന് പറയും. ഓക്കെ. തിയറം 15 നമ്മൾ നേരത്തെ പഠിച്ച തിയറത്തിന്റെ എല്ലാത്തിന്റെ ഒരുമിച്ചുള്ള ഒരു ഇതാണ്. തിയറം 15 സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ലെറ്റ് എഫ് ബി ബൗണ്ടഡ് ആൻഡ് ലെറ്റ് എഫ് ആൻഡ് മോഡ് എഫ് ബി Riemann integrable on minus infinity. Then f is integrable എന്ന് പറഞ്ഞാൽ integrable means what it is Lebesgue integrable. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു Riemann integral from minus infinity to infinity fx dx. Okay. We since mod f is Riemann, f mod f Riemann integrable ആണെങ്കിൽ what is given നമുക്ക് തിയറം സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മോഡ് ഓഫ് Riemann integrable ആണ് റൈറ്റ്. മോഡ് ഓഫ് Riemann integrable ആണെങ്കിൽ ഓഫ് കോഴ്സ് ഏതൊരു ഫംഗ്ഷൻ Riemann integrable ആണെങ്കിൽ അതെന്തായിരിക്കും Lebesgue integrable ആയിരിക്കും. സോ ഫ്രം ഹിയർ നമുക്ക് Riemann integrable ആണെന്ന് കാണിക്കാൻ Lebesgue integrable ആണെന്ന് കാണിക്കാൻ നമുക്ക് എന്ത് കാണിച്ചാൽ മതി ഇന്റഗ്രൽ a to b mod f dx എന്താണെന്ന് കാണിച്ചാൽ മതി ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് കാണിച്ചാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് ഇന്റഗ്രൽ a to b mod of dx എടുത്തത്. അത് Riemann integrable ആയതുകൊണ്ട് Riemann integral രണ്ടും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. therefore which is equal to Riemann integral a to b mod of dx ആണ്. alright, which will be എന്താണ് less than or equal to കാരണം വെച്ചാൽ a to b will be a subset of minus infinity to infinity ആണ്. so this will be less than or equal to this one. right. for all AB ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന കാരണം ഇത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പൊ എന്ത് കിട്ടി നമുക്ക് എഫ് എന്തെന്ന് കിട്ടി Riemann integrable ആണെന്ന് കിട്ടി. എഫ് Riemann integrable ആണ്
ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇന്റഗ്രബിൾ ആണെന്ന് കിട്ടി. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, വി ക്യാൻ റൈറ്റ് ഇന്റഗ്രൽ a to b f dx is equal to, what is it, integral a to b റീമാൻ ഇന്റഗ്രബിൾ f dx എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണ്ടത് -∞ to ∞ ആണ്. Since we know that integral -∞, a limit a tends to -∞, b tends to infinity, a to b f dx Riemann integrable ആണെങ്കിൽ we can write r integral -∞ to ∞ fx dx, and we can apply the example 16. f integrable ആണെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്, എക്സാമ്പിൾ 16 പഠിച്ചത്. ആ തിയറം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, we will get integral -∞ to ∞ f dx is equal to Riemann integral -∞ to f f dx. I hope you understood. Thank you for listening.